മെഡിക്കൽ കോളേജിലെ വെള്ളത്തിന്റെ പ്രശ്നം ഇനിയും പരിഹരിച്ചില്ല. ജോസി ബാബു ചേർന്നു. ജോസി, എന്താണ് അവിടുത്തെ ഈ ഇഷ്യൂ പരിഹരിക്കാനുള്ള തടസ്സം എന്താണ്? നിഷാദെ, കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ബ്ലോക്കിലാണ് ഇപ്പോൾ 2 ദിവസമായി വെള്ളമില്ലാത്തതിനെ തുടർന്ന് ഇന്നലെയും ഇന്നും ശസ്ത്രക്രിയകൾ മുടങ്ങി. ഇന്നലെ 30ഓളം ശസ്ത്രക്രിയകൾ ഷെഡ്യൂൾ ചെയ്തിരുന്നു, അതൊന്നും നടന്നിരുന്നില്ല. മോട്ടോർ പമ്പിന്റെ തകരാറാണ് വെള്ളത്തിന് പ്രശ്നമായി കാണുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി താൽക്കാലികമായി വെള്ളം എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് വീണ്ടും പമ്പ് തകരാറിലാകുകയായിരുന്നു. ഇപ്പോഴും ശ്രമം തുടരുകയാണ്. അടിസ്ഥാന ആവശ്യങ്ങൾക്കായി വെള്ളം പുറത്തുനിന്ന് എത്തിക്കുന്നുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ ഇന്നലെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്നലെ തലേദിവസം പോലും ഭക്ഷണം കഴിക്കാതെ ഓപ്പറേഷനൊക്കെയും തയ്യാറായ 10-30ഓളം ആളുകൾ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഈ സർജറി മാറ്റിവെച്ച വിവരം ഇന്നലെ വൈകിയാണ് അറിഞ്ഞത്. അതുകൊണ്ട് ഇന്നും ആ സമാനമായ പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നുണ്ട്. എത്രയും വേഗം പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിക്കുന്നത്. പല രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും ഈ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും പറയുകയും ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തി ഈ സർജിക്കൽ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ വെള്ളം എത്തിക്കുക മാത്രം പോരാ, വെള്ളം എത്തിച്ച ശേഷം അത് ശുദ്ധീകരിക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളുടെ ഒരു കാലതാമസം കൂടി ഉണ്ട് എന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. വൈകുന്നേരത്തോടു കൂടി ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പങ്കുവെക്കുന്നത്. നിഷാദ്, ശരി. കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ വെള്ളത്തിന്റെ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല, പക്ഷേ വേഗത്തിൽ പരിഹരിക്കാനുള്ള പരിശ്രമം തുടരുകയാണ്. ജോസിയാണ് വിവരങ്ങൾ നൽകിയത്.